അമ്മേ നാളെ അവൻ്റെ ആ കോഴിക്കോടുള്ള കൂട്ടുകാരനില്ലേ ആ ചെക്കൻ്റെ കല്യാണമാണ്. അപ്പൊ അവരൊക്കെ കൂടെ ദേ കുറച്ച് കഴിയുമ്പോൾ പോകുന്ന പറഞ്ഞേ. 2 ദിവസം കഴിഞ്ഞ് വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ ഒന്ന് വീട്ടിൽ പോയിക്കോട്ടെ, എന്നിട്ട് ഞാൻ മറ്റന്നാ വരാം. നമുക്ക് ഒറ്റ നിൽക്കണേന് വല്ല കുഴപ്പമുണ്ടോ? വെറുതെ അല്ല അവൻ എന്നോട് കാശിരിപ്പുണ്ടാന്ന് ചോദിച്ചത്. കൂട്ടുകാരിപ്പം തുള്ളാൻ പോകാനായിട്ട്. നീ കാലത്ത് തന്നെ വീട്ടിൽ പോണെങ്കിൽ പൊക്കോ, എനിക്ക് കുഴപ്പമില്ല. അവനിങ്ങനെ തുള്ളി നടക്കട്ടെ, ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ അവന്. പോകാൻ ഒരുങ്ങണാണ്ട് ഞാൻ ചോദിച്ചപ്പോ ദേ ഇപ്പോഴാണ് എന്നോട് പറയണ പോണ കാര്യം. എത്ര കിട്ടിയാലും പഠിക്കൂല. ഇനിയൊക്കെ എന്ന് നന്നാവാനാണ്. എന്തു പറഞ്ഞാലും കേൾക്കാത്തൊരു സമാധാനമായിപ്പോയി. ആ റെഡിയായ ചോറ് എടുത്തോക്കട്ടെ? അത് ഞങ്ങൾ പോണ വഴി കഴിച്ചോളാം. അതേ അമ്മയുടെ അടുത്ത് പറയാൻ നിൽക്കണ കേട്ടാ, ഇങ്ങനെ കോഴിക്കോട് കല്യാണത്തിന് പോകണമെന്ന്. അയ്യോ, ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞ കൊച്ചിനെ പോയി നോക്കി. അമ്മ ഉണ്ടാ? ആ അമ്മ ഇവിടെ ഇരിപ്പുണ്ട. അമ്മ ഞാനേ കോഴിക്കോട് കല്യാണത്തിന് പോകണ്ട, 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഹലോ എടാ എപ്പോഴേണത്? ആ ഞാൻ ഏകദേശം സെറ്റായി. എടാ എത്ര പ്രാവശ്യമായി അവള് ചോദിക്കണത് അവൾക്ക് ആൻറ്റി വീട്ടിലൊന്ന് പോകാനായിട്ട്. നീ കൊണ്ടുപോയാ? നിനക്ക് എപ്പോഴും ഇങ്ങനെ തുള്ളി നടന്നാൽ മതിയല്ല. അവളൊരു സ്ഥലത്ത് കൊണ്ടുപോകൂല. അമ്മ നമ്മുടെ പാട് നോക്കമ്മേ. കാലത്തായിട്ടൊന്നാക്കണം. എടാ എപ്പോഴും ഈ കൂട്ടുകാരുടെ ഒപ്പം ഇങ്ങനെ തുള്ളി നടക്കാതെ വല്ലപ്പോഴെങ്കിലും അവളെയും കൊച്ചിനെയും കൂടി എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കൊണ്ടുപോയിക്കൂടെ? അമ്മക്ക് ഈ വന്നിരുന്ന് ചൊറിയാന്നല്ലാണ്ട് വേറെ പണിയൊന്നുമില്ല. ഹലോ എടത് എവിടെയാണിത്? ഇതേ മഴ പെയ്യണ്ടല്ലോ പുറത്ത് നന്നായിട്ട്. ഞാൻ എത്ര നേരം ഇത് റെഡി ആയിട്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ആ അത് കുഴപ്പമില്ല. ആ കുഴപ്പമൊന്നുമില്ല. ആ പറഞ്ഞാൽ മതി. ആ നിങ്ങൾ പോയിട്ട് വന്നാൽ ശരി. മതി. പെരും മഴയാണ് പുറത്ത്, എന്നിട്ട് അവൻ രാത്രി തുള്ളാൻ നടക്കണം. ഞാൻ പോണില്ല. സമാധാനമില്ലേ? എന്തേ? ഒന്നുമില്ല. എന്താണെന്ന് പറഞ്ഞൂടെ? അമ്മ ഇതുമ്മ ഇല്ലെന്ന് പറഞ്ഞാണ് ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന്. അത് കാരണം വണ്ടിയിൽ സീറ്റിലെന്നാ പറയണം അവന്മാര്. ഇപ്പൊ കണ്ട, അവർക്ക് പറ്റിയവരൊക്കെ വന്നപ്പോ നിന്നെ ഒഴിവാക്കി. ഇനിയെങ്കിലും നിനക്കൊന്ന് പഠിച്ചൂടെ? എടാ ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക്. നിന്റെ സങ്കടത്തിലും കഷ്ടപ്പാടിലും സന്തോഷത്തിലും ഒരുപോലെ നിന്റെ കൂടെ നിൽക്കാൻ നിന്റെ ഭാര്യ മാത്രം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയണത്, കുറച്ച് സമയമെങ്കിലും അവൾക്ക് വേണ്ടി മാറ്റിവെക്ക്. കൂട്ടുകാരെ വേണ്ടാന്നല്ല ഞാൻ പറയണത്, കുറച്ചെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക്.